ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു നോർത്ത് ഇന്ത്യൻ സൈഡ് ഡിഷായ മഷ്റൂം ദോ പ്യാസ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇത് പേര് കണ്ട് നമ്മൾ ഓടേണ്ട പ്യാസ്, ഹിന്ദിയിൽ അനിയന് പറയുന്ന പേരാണ് പ്യാസ്. അപ്പം അതായത് ഈ കുക്കിംഗ് പ്രോസസ്സിൽ ഒരു 2 ടൈമിൽ നമ്മൾ ഈ അനിയൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പേരിതിന് വന്നിരിക്കുന്നത്. നമുക്കിതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇത് സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ്. ഞാൻ പറഞ്ഞല്ലോ അനിയൻ 2 രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഇവിടെ ഞാൻ ഇതാണ് 2 മീഡിയം സൈസ് വലിപ്പമുള്ള അനിയന് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ലെയറായിട്ട് സെപ്പറേറ്റ് ചെയ്തതും, അതേപോലെ തന്നെ 2 അനിയന് ഫൈനലി ചോപ്പ് ചെയ്തതുമാണ്. ഞാൻ മഷ്റൂം എടുത്തേക്കുന്നത് ഒരു 200 ഗ്രാംസ് ആണ്. അപ്പം ആദ്യം നമുക്ക് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾക്ക് കുറച്ച് ഈ അനിയന്, പിന്നെ മഷ്റൂം, ക്യാപ്സിക്കം, ഈ പച്ചമുളക്, ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിലല്ല, അല്ലാതെ എനി റിഫൈൻഡ് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം ഈ മഷ്റൂം 200 ഗ്രാംസ് ആണ് മഷ്റൂം. അത് ഒരു 2 മിനിറ്റ്സ് സോട്ട് ചെയ്ത് എടുക്കാം. ഒരു 2 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ആ സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ഇങ്ങനെ ലെയറായിട്ട് എടുത്തിട്ടുള്ളതായ അനിയനൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് ഒരു 3 മിനിറ്റ്സ് എടുത്തോളൂ. അതിൻ്റെ കളർ ഒന്നല്ല, ഒരുവിധം നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റ്സ് എടുത്തു. ഇത് മാറ്റുക. ഇന്ന് 1 ക്യാപ്സിക്കം ഇതുപോലെ തന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ 3 ഗ്രീൻ ചില്ലി സ്ലിറ്റ് ചെയ്തത്, അതും ഒരു 2 മിനിറ്റ്സ് വഴറ്റിയെടുക്കുക. ഞാനിവിടെ ആദ്യം ഈ അനിയന് എത്ര എടുത്തെന്ന് ചോദിച്ചില്ല. 2 മീഡിയം സൈസ് അനിയനാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ കട്ട് ചെയ്താണ്. അപ്പോൾ ഗ്രേവിക്കും അതുപോലെ തന്നെ 2 മീഡിയം സൈസ് അനിയൻ ചോപ്പ് ചെയ്തതാണ്. ഒരു 2 മിനിറ്റ് ഈ ക്യാപ്സിക്കം സോട്ട് ചെയ്തിട്ടുണ്ട്, പച്ചമുളകും കൂടെ. അത് നമ്മൾക്ക് മാറ്റാം. ഞാൻ ഈ 3 ഐറ്റംസ് ആണ് ആദ്യം സോട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി പ്രിപ്പറേഷനിലേക്ക് പോകാം. സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂണ്, എപ്പോഴും എനിക്ക് ടീസ്പൂൺ ഇങ്ങനെ വരുന്നു. 1 ടേബിൾ സ്പൂണാണ് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ക്യൂമിൻ സീഡ്സ് ആൻഡ് 2 കാർഡമം ആൻഡ് 1 ബ്ലാക്ക് കാർഡമം. അതൊന്ന് പൊട്ടട്ടെ. അത് 1 മിനിറ്റ് കഴിഞ്ഞു. അതിലേക്ക് ചോപ്പ് ചെയ്തതായിട്ടുള്ളതായ അനിയന്, ഇത് 2 മീഡിയം സൈസ് വലിപ്പമുള്ളതായ അനിയനാണത്. അപ്പോൾ ടോട്ടൽ ഈ 200 ഗ്രാംസ് ഓഫ് മഷ്റൂമിന് വേണ്ടി 4 അനിയനാണ് എടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴറ്റുക. അത് ബ്രൗൺ കളറിലേക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നു. അതൊന്ന് പച്ചമണം മാറുന്ന വരെ ഇളക്കുക. ഒരു ഫ്യൂ സെക്കൻഡ്സിൻ്റെ കാര്യമേ ഉള്ളൂ. ആ റോസ് സ്മെൽ മാറിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് വലിപ്പമുള്ളതായ ടൊമാറ്റോ
വാട്ടർ ആഡ് ചെയ്യാതെ ഗ്രൈൻഡ് ചെയ്തതാണ്, നല്ല പേസ്റ്റ് രൂപത്തിൽ ടൊമാറ്റോ പ്യൂരി. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ വഴറ്റുക. ഇതിൻ്റെ റോസ്മെല്ലെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി പൗഡർ. ഇത് നോർമൽ മുളക് പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ക്യുമിൻ പൗഡർ, ജീരകപ്പൊടി, ഒരു 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ. ഇതുമായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ റോസ്മെല്ലൊന്ന് മാറണം. മസാലയുടെ എല്ലാം റോസ്മെല്ലെല്ലാം മാറിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ബോയിൽഡ് ചെയ്ത വാട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. തണുത്ത വെള്ളം നമ്മൾ യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്യരുത്. ബിക്കോസ് ആ ടെമ്പറേച്ചറിന് വ്യത്യാസം വരുമല്ലോ. ഹോട്ട് സാധനത്തിനകത്തോട്ട് നമ്മൾ ആ നോർമൽ വാട്ടർ ഒഴിക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ബോയിൽഡ് ചെയ്തായ വാട്ടർ ഇതിനകത്തേക്ക് ഒഴിച്ചത്. ഇതിലേക്ക് നമ്മൾ ആദ്യം വഴറ്റി വെച്ചതായ മഷ്റൂം ഞാൻ ആഡ് ചെയ്യുന്നു. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് അഗെയിൻ ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നു. ഞാനിപ്പോൾ കുറച്ച് 1/4 കപ്പ് എടുത്തു. അതിൻ്റെ കുറച്ച് ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ളതായ ഉപ്പ് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. കുറച്ച് ആദ്യം ചേർക്കുക, പിന്നെ നമുക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാമല്ലോ. കൂടിപ്പോയാലല്ലേ പ്രോബ്ലം വരുന്നത്. എന്നിട്ട് ഒരു മൂടി വെച്ച് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റിയിട്ടുള്ളതായ അനിയൻ, ക്യാപ്സിക്കം ആൻഡ് സ്ലിറ്റ് ചെയ്തിട്ടുള്ളതായ ഗ്രീൻ ചില്ലി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ ലീവ്സ് ചോപ്പ് ചെയ്ത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾക്ക് വേണ്ടത് സെമി ഗ്രേവി രൂപത്തിലാണല്ലോ. ഇനി നിങ്ങൾക്കിത് ഇച്ചിരി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു വെച്ച ഈ വെള്ളം അതാണ് വേണമെങ്കിൽ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടു തരുന്നു. ഞാൻ ചേർക്കുന്നില്ല. എനിക്ക് ഇതായത് എന്നിട്ട് അഗെയിൻ ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ്സ് കൂടെ കുക്കാക്കണം. 3 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി ലാസ്റ്റിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. ഒരു 2 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്യുന്നു. ഇനി ഫ്രഷ് ക്രീം ഇല്ല എങ്കിൽ നല്ല എന്താ പറയുന്നത്, നല്ല പാൽ ഇതേ അളവിൽ ഒരു 2 ടേബിൾ സ്പൂണ് ചേർത്താലും മതി. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക, സ്റ്റൗ ഓഫ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തു ഒരു 2 മിനിറ്റ്സ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഈ ക്രീം ആഡ് ചെയ്യുക. അതിന് ശേഷം നല്ലതായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ്സ് ആ മൂടി വെച്ച് ആ സ്റ്റൗ ടോപ്പിൽ തന്നെ ഒന്ന് ഇരിക്കട്ടെ.
2 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മളുടെ മഷ്റൂം ദോ പ്യാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെയും പോകും. അതായത് പ്ലെയിൻ ബിരിയാണി റൈസ്, പുലാവ്, പിന്നെ റൊട്ടീസ് എല്ലാം, നാന്, ബട്ടർ നാന് എല്ലാത്തിൻ്റെ കൂടെയും പോകും. അതുകൂടാതെ ഈ നമുക്ക് ഈ നീർദോശയില്ലേ, അതിൻ്റെ കൂടെ പറ്റിയൊരു സാധനമാണിത്. അല്ല, ഞാനങ്ങനെ പറഞ്ഞല്ല, ഇത് നോർമലി ഇത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളുടെ കൂടെയും പോകുന്ന ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.